അൻവർ ഷാ പാലോട്, ഇപ്പോൾ സർക്കാർ സമരവിരുദ്ധമാണോ? സ്മൃതി, സർക്കാർ സമരവിരുദ്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സഹപ്രവർത്തകൻ അരുൺകുമാർ, അദ്ദേഹം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട്, നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്ന വേളയിൽ തന്നെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, സമരങ്ങളെ ഭയപ്പെടുന്നുണ്ടോ, കരിങ്കൊടിയെ ഭയപ്പെടുന്നുണ്ടോ, അവർക്ക് കരിങ്കൊടി കാണിക്കാമോ എന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് അദ്ദേഹത്തോട്? ഞങ്ങൾക്ക് അങ്ങനെ സമരം ചെയ്യുന്നവരോട് യാതൊരുവിധ പ്രശ്നവുമില്ല, പക്ഷെ അവർ ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം, നിയമത്തിന് വിരുദ്ധമായി ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സംവിധാനങ്ങൾ ഇടപെടും. നിയമത്തിനനുസരിച്ചൊരു സമരമുണ്ടോ അൻവർ ഷാ? നിയമത്തിനനുസരിച്ചൊരു സമരമുണ്ടോ? സമരരീതി നിശ്ചയിക്കുന്നത് ആരാണ്? സർക്കാരാണോ? ഈ പറയുന്ന സമരരീതി നിശ്ചയിക്കുന്നത് സ്വന്തമായിട്ട് നിശ്ചയിച്ചാൽ മതി. ഞങ്ങൾ ഈ രീതി വരെ സമരം ചെയ്യുകയുള്ളൂ. ഈ പറയുന്ന രീതിയിൽ നമുക്കൊരു പബ്ലിക് ഓർഡർ ഉണ്ടല്ലോ, പൊതുക്രമം, ആ പൊതുക്രമത്തിന് വിരുദ്ധമായി ഞങ്ങൾ സമരം ചെയ്യില്ല എന്നങ്ങ് തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചാണല്ലോ, അപ്പോൾ നിയമവിരുദ്ധമായ സമരം, നിയമത്തിനനുസരിച്ചുള്ള സമരം, അങ്ങനെ രണ്ട് സമരമുണ്ടോ? മാത്രമല്ല സ്മൃതി, ഇതിനകത്തൊരു പ്രധാന പ്രശ്നമുള്ളത്, അൻവർ ഷാ ഈ മുഖ്യമന്ത്രിയുമായി ഞാൻ സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വഴിയരികിൽ നിന്നുകൊണ്ട് കരിങ്കുടി കാണിച്ചാൽ ഞങ്ങൾ ഇടപെടില്ല, അത് കാണിക്കാനുള്ള അവകാശം അവർക്കുണ്ട്, പക്ഷേ വണ്ടിക്ക് മുന്നിലേക്ക് ചാടി കരിങ്കുടി കാണിച്ചാൽ സ്വാഭാവികമായും അത് തടയും എന്നതാണ്. പക്ഷെ തടയുക മാത്രം ആയിരുന്നില്ല, അതിനു മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തെ ഇത്രയും സങ്കീർണമാക്കിയതെന്നാണ് എൻ്റെ വിശ്വാസം. രക്ഷാപ്രവർത്തന ദൗത്യം എന്ന വാക്ക് ഉപയോഗിക്കുന്നു മുഖ്യമന്ത്രി പറയുന്നു അതൊരു മാതൃകാപരമാണ്, അതിനെയും തുടരുക തന്നെ വേണം. നമ്മളുടെ മുൻപിലുള്ള ദൃശ്യങ്ങൾ എന്താണ് അൻവർ ഷാ? ഒരു വലിയ പൂച്ചട്ടി എടുത്ത് തലക്കടിക്കുന്നു, ഹെൽമറ്റ് വെച്ച് തലക്കടിക്കുന്നു. ആ ദൃശ്യങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ സമരങ്ങളെ സർക്കാരിനോടനുബന്ധിച്ചുള്ള സംഘടനകളും നേരിടുന്നത് ഇങ്ങനെയാണോ എന്ന ചോദ്യം പൊതുമധ്യത്തിൽ ഉയരുമ്പോഴാണ് ഈ സമരം ആളിപ്പടരുന്നത്. അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് തെരുവിലേക്ക് ഇറങ്ങുന്നത്. ആ വാക്കൊഴിവാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന ഡാമേജുകളെല്ലാം ഒഴിവാക്കാമായിരുന്നില്ലേ? ഈ സദസ്സ് മറ്റു രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമായിരുന്നില്ലേ അൻവർ ഷാ? ഇപ്പോൾ അരുൺ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണത് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമല്ലോ. കാരണം ബസ്സിൻ്റെ മുന്നിലേക്ക് എടുത്തു ചാടി മരണം സംഭവിക്കുക അല്ലെങ്കിൽ പരിക്കുകൾ പറ്റിക്കാനായിട്ട് യൂത്ത് കോൺഗ്രസ് ശ്രമിക്കുകയാണെന്നേ. ആ ശ്രമത്തിൻ്റെ ഇടയിൽ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞതിൽ എന്താണ് അരുൺകുമാറെ? ഒരാളെ രക്ഷിക്കുന്നത് തെറ്റാണോ? അത് മുഖ്യമന്ത്രി എനിക്ക് യോജിപ്പില്ല. ബസിന്റെ മുന്നിൽ നിന്ന് പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് വെച്ച് ഇടിച്ചു പരിക്കേൽപ്പിക്കുന്നു. ഞാനതിനെ അംഗീകരിക്കുന്നില്ലെന്നേ. ഞാനതിനെ അംഗീകരിക്കുന്നില്ല. ഈ പറയുന്ന ഹെൽമെറ്റ് വെച്ച് അടിക്കുന്നതോ അല്ലെങ്കിൽ പൂച്ചട്ടി വെച്ച് അടിക്കുന്നതിനോടോ ഒരു യോജിപ്പും ഇല്ലാത്ത ആളാണ് ഞാൻ. മുഖ്യമന്ത്രി പറഞ്ഞ സന്ദർഭം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി ഈ അടിക്കുന്ന സന്ദർഭത്തിലോ അല്ലെങ്കിൽ ഈ അവരെ ആക്രമിക്കുന്ന സമയത്തോ മുഖ്യമന്ത്രി അവിടെ ഇല്ല. മുഖ്യമന്ത്രി കാണുന്നത് എങ്ങനെയാ? ഈ ബസ്സിന്റെ മുമ്പിലേക്ക് എടുത്തു ചാടുന്നു, അവരെ പോലീസുകാരും ഡിവൈഎഫ്ഐക്കാരും ചേർന്ന് പിടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു. അതിനുശേഷം നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് കേസെടുത്തല്ലോ. അത് മറ്റൊരു രീതിയിലാണെങ്കിൽ പോലും കേസെടുത്തു. അത് ഈ പറയുന്ന രീതിയിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോവുകയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത്, ഇവിടെ ആരും സമരത്തിനെതിരല്ല. കാരണം ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ പിണറായി വിജയനും സമരം ചെയ്തിട്ട് തന്നെയാണ് അധികാരത്തിൽ വന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇപ്പൊ സ്മൃതിയാണല്ലോ ഈ ചോദ്യം ചോദിച്ചത്, ഒന്നുകിൽ സ്മൃതിക്ക് റിട്രോഗ്രേഡ് അമിനേഷ്യ എന്ന് പറയുന്ന മാരകമായ രോഗം ബാധിക്കുകയോ അല്ല എങ്കിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സ്മൃതി ഈ പറയുന്ന മാധ്യമ പ്രവർത്തനം തുടങ്ങിയതോ എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. കാരണം 2011 മുതൽ 2016 വരെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അധികാരത്തിൽ ഇരുന്ന സമയത്ത് കേരളത്തിൽ സമരം നടത്തുകയും ആ സമരവുമായി ബന്ധപ്പെട്ട് ഇത്രയും ഇപ്പൊ നമുക്കറിയാം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടി ജനങ്ങൾ തിരസ്കരിച്ചത് എന്തുകൊണ്ടാണ്? ഇതേപോലെയുള്ള ജനവിരുദ്ധമായ പരിപാടികൾ ചെയ്തുവെന്ന് അൻവർ ഷാ അടക്കമുള്ളവർ വിശ്വസിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ സർക്കാർ പുറത്തുപോയത്. അതേ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ പിന്നെ പിണറായി സർക്കാരിന്റെ ആവശ്യം എന്താണ്? ഉമ്മൻചാണ്ടി സർക്കാരിന് തുടർച്ചയായിട്ട് എടുത്ത കോൺഗ്രസിന് അധികാരം കൊടുത്തു. You are watching Reporter Evening Show.